ഹലോ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. കാസ്റ്റിങ്ങിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടൈപ്സ് ഓഫ് കാസ്റ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിൻലി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വൺ എന്താണ്, വാക്വം കാസ്റ്റിംഗ് എന്താണെന്നാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ദെൻ വാക്വം കാസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ സ്ലഷ് കാസ്റ്റിംഗ് എന്താണ് ഡിസ്കസ് ചെയ്തു. സ്ലഷ് കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ, കാര്യങ്ങളൊക്കെ നമ്മൾ സ്ലഷ് കാസ്റ്റിങ്ങിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാക്വം കാസ്റ്റിങ്ങിൻ്റെതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, എങ്ങനെയാണ് അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ വരുന്നത്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാമത് നോക്കിയത് എന്താണ് സ്ക്യൂസ് കാസ്റ്റിംഗ് എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ, കാര്യങ്ങളൊക്കെ അതിൻ്റെ നോക്കി. ദെൻ ലാസ്റ്റ് വൺ CO2 ടൈപ്പ് കാസ്റ്റിംഗ് എന്തായിരുന്നു നോക്കി. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതോടുകൂടി അതിൻ്റെ ഏകദേശം ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് നമ്മൾ ഏകദേശം മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 10-12 ടൈപ്പ് ഓഫ് കാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഇപ്പം കഴിഞ്ഞ ഒരു 3-4 ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്റ്റിനെ കുറിച്ചാണ്. എന്തൊക്കെ ഡിഫക്ട്സ് ആണ് കാസ്റ്റിങ്ങിന് വരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ എന്തൊക്കെയാണ് കാസ്റ്റിങ്ങിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഏകദേശം നമ്മൾ കാസ്റ്റിംഗ് എന്ന ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യും. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, ഡിഫക്റ്റ് ഇൻ കാസ്റ്റിംഗ്. കാസ്റ്റിങ്ങിൽ എന്തൊക്കെ ഡിഫക്റ്റാണുള്ളത്? ഡിഫക്റ്റ് ഇൻ കാസ്റ്റിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഇൻ ഫോളോയിങ്. താഴെ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഡിസൈൻ ഓഫ് പാറ്റേൺ ആൻഡ് കാസ്റ്റിംഗ്. അതായത് നമ്മളിപ്പോൾ എന്ത് പാറ്റേൺ ആണ് ഡിസൈൻ ചെയ്യുന്നത്, എന്ത് പാറ്റേൺ ആണ് നമുക്ക് വേണ്ടത്, ആ പാറ്റേണിനെ കൃത്യമായി പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യണം. ആ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ കാസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടമായിരിക്കും. ആ പാറ്റേൺ കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ കാസ്റ്റ് ചെയ്തിട്ട് തന്നെ കാര്യം ഉണ്ടാവില്ല. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്, മോൾഡ് സാൻഡ് ആൻഡ് ഡിസൈൻ ഓഫ് മോൾഡ് ആൻഡ് കോർസ്. അതായത് നമ്മൾ സാൻഡ് മോൾഡിൻ്റെ ഡിസൈനും അതുപോലെ മോൾഡ് കോറിൻ്റെ ഡിസൈനും വളരെ പ്രോപ്പറായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മെറ്റൽ കോമ്പോസിഷൻ. പ്രോപ്പർ മെറ്റൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ സോൾഡിഫിക്കേഷൻ ഒന്നും കറക്റ്റ് പ്രോപ്പർലി നടക്കില്ല. സോൾഡിഫിക്കേഷൻ മര്യാദയ്ക്ക് നടന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ക്രാക്സും പോറസും കാര്യങ്ങളും വന്നിട്ട് അത് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെറ്റലിൻ്റെ കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാസ്റ്റിങ്ങിൻ്റെ കേസിൽ. അതുപോലെ ഗേറ്റിംഗ് ആൻഡ് റൈസറിങ്. ഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പാറ്റേണിൻ്റെ ഉള്ളിലേക്ക് മോൾട്ടിമെറ്റൽ എൻട്രി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വാൽവാണ് ഗേറ്റ് വാൽവ് എന്നാണ് ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഗേറ്റിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് മെറ്റീരിയൽ ഡിസ്പോസ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഗേറ്റിംഗ് ആൻഡ് റൈസറിങ് സിസ്റ്റം നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. ദെൻ മെൽറ്റിംഗ് ആൻഡ് പവറിങ്. നമ്മൾ ഇതിൽ പവർ ചെയ്യുമ്പോഴും അതുപോലെ മെൽറ്റ് ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ മെൽറ്റിങ്ങിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ തന്നെ അത് ആ കാസ്റ്റിനെ മൊത്തത്തിൽ ബാധിക്കും. അതപ്പം നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്തൊക്കെ ടൈപ്പ് ഡിഫക്ട്സ് ഉണ്ട്? ഒരുപാട് 15 to 20 ഡിഫക്ട്സ് ഏകദേശം ഉണ്ട്. നമുക്കൊരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10-15 ഡിഫക്ട്സ് ആണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, വേരിയസ് ഡിഫക്റ്റ് ഇൻ കാസ്റ്റിംഗ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബ്ലോ ഡിഫക്റ്റ്. എന്താണ് ബ്ലോ ഡിഫക്റ്റ്? ബ്ലോ ഡിഫക്റ്റ് എന്താണെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ഫെയർലി ലാർജ് വെൽ റൗണ്ടഡ് ക്യാവിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്യാസസ് വിച്ച് ഡിസ്പ്ലേസ് ദ മോൾട്ടൻ മെറ്റൽ അറ്റ് ദ കോപ്പ് സർഫസ് ഓഫ് എ കാസ്റ്റിംഗ്. അതായത് ഒന്നുമില്ല, നമ്മുടെ മോൾഡിൻ്റെ ഉള്ളിൽ റൗണ്ടിലുള്ള ക്യാവിറ്റീസ് ഫോം ചെയ്യും ഈ ബ്ലോസ് കാരണം. ഇത് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഗ്യാസസ് വിച്ച് ഡിസ്പ്ലേസ് ഇൻ ദ മോൾട്ടൻ മെറ്റൽ അറ്റ് ദ കോപ്പ് ഓഫ് ദ സർഫസ് കോപ്പിൻ്റെ സർഫസിൽ ഗ്യാസസ് വരുന്നത് കാരണമാണ് ഈ ഒരു റൗണ്ടഡ് ക്യാവിറ്റീസ് ഉണ്ടാവാനുള്ള കാരണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ബ്ലോസ് ആർ യൂഷ്വലി ഒക്കേഴ്സ് ഓൺ ദ കോൺവെക്സ് കാസ്റ്റിംഗ് സർഫസ്. കോൺവെക്സ് കാസ്റ്റിംഗ് സർഫസസിലാണ് ഈ ബ്ലോസ് കണ്ടുവരുന്നത്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഹാവിങ് എ പ്രോപ്പർ വെൻറ്റിങ്ങും അതുപോലെ എഡ്യൂക്കേറ്റ് പെർമിയബിലിറ്റിയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോ അവോയ്ഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റാണ് സ്കാസ്. എന്താണ് സ്കാസ് എന്ന് വെച്ചത്? എന്താണ് സ്കാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് സ്കേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷാലോ ബ്ലോ ഓർ യൂഷ്വലി ഫൗണ്ട് ഓൺ എ ഫ്ലാറ്റ് കാസ്റ്റിംഗ് സർഫസസ്. അതായത് ഇറ്റ് ഈസ് ഷാലോ ബ്ലോസ് ആണ്. അതായത് ഇതിൽ അതായത് നമ്മൾ ബ്ലോസ് തന്നെ ചെറിയ ചെറിയ ഹോൾസ് ആയിരിക്കും, ഷാലോ ബ്ലോസ് ആയിരിക്കും. യൂഷ്വലി ഫൗണ്ട് ഇൻ ഫ്ലാറ്റ് സർഫസസിലാണ് മെയിൻലി നമുക്ക് ഈ ഒരു ഡിഫക്ട്സ് കാണുന്നത്. ഓക്കെ, തേർഡ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റാണ് ബ്ലിസ്റ്റേഴ്സ്. ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ സ്കേഴ്സ് കവേർഡ് ഇൻ എ തിൻ ലെയർ. അതായത് തിൻ ലെയറിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഡോട്ട്സും കാര്യങ്ങളും വരുന്നതിനെയാണ് നമ്മൾ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഡിഫക്റ്റ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റാണ് ഗ്യാസ് ഹോൾസ് ഉണ്ടാവാം. അതായത് എന്താണെന്ന് നോക്കാം. ദിസ് റെഫേഴ്സ് ടു ദ എൻട്രാപ്ഡ് ഗ്യാസ് ബബിൾസ് ഹാവിങ് എ നിയർലി സ്പെറിക്കൽ ഷേപ്പ്. അതായത് സ്പെറിക്കൽ ഷേപ്പിൻ്റെ മോൾസൊക്കെ ഗ്യാസ് ബബിൾസ് ഉണ്ടാവും. നമ്മളൊരു കോൺക്രീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഇത് കൃത്യമായിട്ട് വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിൽ മറ്റേ ബബിൾസ് വന്ന് ഫില്ല് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയുള്ള സംഭവമാണ്. ഇറ്റ് ഈസ് റെഫർ ടു എൻട്രാപ്ഡ് ടു ദ ഗ്യാസ് ബബിൾസ് ഹാവിങ് എ നിയർലി എ സ്പെറിക്കൽ ഷേപ്പ് and occurs when an excessive amount of gases is dissolved in the liquid metal. ആ ലിക്വിഡ് മെറ്റൽ പൂർണ്ണമായിട്ട് ഗ്യാസസ് ഡിസോൾവ് ആവാത്തതുകൊണ്ടാണ്. ഇതാണ് ഗ്യാസ് ഹോൾസ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പിൻ ഹോൾസ്. എന്താണ് പിൻ ഹോൾസ് എന്നാണ്? പിൻ ഹോൾസ് എന്ന് പറഞ്ഞാൽ ദിസ് ആർ നത്തിങ് ബട്ട് ടൈനി ബ്ലോസ് ഹോൾസ് ആൻഡ് ഒക്കേഴ്സ് എയ്തർ അറ്റ് ഓർ ജസ്റ്റ് ബിലോ ദ കാസ്റ്റിംഗ് സർഫസ്. ഇത് പറഞ്ഞാൽ ദിസ് ആർ നത്തിങ് ബട്ട് ടൈനി ബ്ലോസ്, ചെറിയ ചെറിയ ഹോൾസ്, അതായത് ചെറിയ ചെറിയ ക്യാവിറ്റീസ് വിച്ച് ഈസ് ഒക്കേർ ഇൻ നെയ്തർ അറ്റ് ഓർ ജസ്റ്റ് ബിലോ ദ കാസ്റ്റിംഗ്. അതായത് കാസ്റ്റിംഗ് സർഫസിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഹോൾസ് വരുന്നതിനെയാണ് നമ്മൾ പിൻ ഹോൾസ് എന്ന് പറയുന്നത്. നോർമലി ദിസ് ആർ ഫൗണ്ട് ഇൻ ദ ലാർജ് നമ്പർ ആൻഡ് ആർ ഓൾമോസ്റ്റ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ കാസ്റ്റിംഗ്. ഈ സംഭവം കാസ്റ്റിംഗ് അടിഭാഗത്ത് എല്ലാ സ്ഥലത്തും ഒരു യൂണിഫോം ആയിട്ട് ചെറിയ ചെറിയ ഹോൾസ്, പിൻ ഹോൾസ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ തന്നെ ക്രാക്കായി മാറാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഡിഫക്റ്റിനെയാണ് നമ്മൾ പിൻ ഹോൾ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആറാമത്തെ ടൈപ്പ് ഡിഫക്റ്റാണ് എന്താണ്? പോറോസിറ്റി. അടുത്തൊരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റാണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റ്സ് വെരി സ്മോൾ ഹോൾസ് യൂണിഫോംലി ഡിസ്പേഴ്സ്ഡ് ത്രൂ ഔട്ട് എ കാസ്റ്റിംഗ്. ഇറ്റ് ഈസ് അറൈസസ് വെൻ ദർ ഈസ് എ ഡിക്രീസസ് ഇൻ ഗ്യാസ് സോലുബിലിറ്റി ഡ്യൂറിങ് ദ സോൾട്ടിഫിക്കേഷൻ. അതായത് ഇൻഡിക്കേറ്റ് എ വെരി സ്മോൾ, ഇതും അതുപോലെ തന്നെ പിൻ ഹോൾസ് മതി സ്മോൾ ഹോൾസ് ആണ് പറയുന്നത്. പക്ഷേ ഈ സ്മോൾ ഹോൾസ് വരുന്നത് നമ്മളെ മൊത്തം ഒരു കാസ്റ്റിങ്ങിൻ്റെ എല്ലാ പാർട്ടിലും സൈഡ്സിൽ വരുന്ന സംഭവമാണ് പോറോസിറ്റി. ഇറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വെരി സ്മോൾ ഹോൾ യൂണിഫോംലി ഡിസ്പേഴ്സ്ഡ് ത്രൂ ഔട്ട് ദ കാസ്റ്റിങ്ങിന് മൊത്തത്തിൽ ചെറിയ ചെറിയ സ്മോൾ ഹോൾസ് വരും. ഇറ്റ് അറൈസസ് വെൻ ദർ ഈസ് എ ഡിക്രീസസ് ഇൻ ഗ്യാസ് സോലുബിലിറ്റി ഡ്യൂറിങ് ദ സോൾട്ടിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സോൾട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പോറോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 6 ടൈപ്പ് ഓഫ് ഡിഫക്റ്റാണ്. ഇനി ഒരു 7ാമത്തെ ഡിഫക്റ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 7ാമത്തെ ഡിഫക്റ്റാണ് ഡ്രോപ്പ്. എന്താണ് ഡ്രോപ്പ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ബേസിക്കലി ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇറഗുലർ ഷേപ്പ്ഡ് പ്രൊജക്ഷൻ ഓൺ ദ കോപ്പ് സർഫസ് ഓഫ് എ കാസ്റ്റിംഗ്. അതായത് ഇറഗുലർ ഷേപ്പ്, അതായത് ഇപ്പോൾ നമ്മളൊരു കാസ്റ്റിങ്ങിൻ്റെ മുകളിൽ ഇറഗുലറായിട്ടുള്ള, അതായത് വേസ്റ്റ് മെറ്റീരിയലൊക്കെ വന്ന് പ്രൊജക്ഷൻ ഒന്നും പ്രോപ്പർ ആയിരിക്കില്ല. ഇറഗുലറായി കുറച്ച് മെറ്റീരിയൽ അതിൻ്റെ മുകളിൽ വന്നിട്ട് അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അത് കാണുമ്പോൾ തന്നെ ബോറും ആയിരിക്കും. അതുപോലെ തന്നെ അത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരിക്കലും വരില്ല. അതാണ് ഇറ്റ് ഈസ് എ ഇറഗുലർ ഷേപ്പ് പ്രൊജക്ഷൻ ഓൺ ദ കോപ്പ് സർഫസ് ഓഫ് എ കാസ്റ്റിങ്ങിൻ്റെ കോപ്പ് സർഫസിൽ എക്സ്റ്റേണൽ പ്രൊജക്ഷൻസ് ഉണ്ടാവും. ദിസ് ഈസ് കോസ്ഡ് ബൈ ഡ്രോപ്പിംഗ് ഓഫ് സാൻഡ് ഫ്രം ദ കോപ്പ് ഓർ അതർ ഓവർഹാങ്ങിങ് പ്രൊജക്ഷൻ ഇൻ ടു ദ മോൾഡ്. അതായത് ഇതുണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡ്രോപ്പിംഗ് ഓഫ് നമ്മൾ സാൻഡ് ഇതിലേക്ക് ഇടുമ്പം എക്സ്റ്റേണലായൊരു കോപ്പ് ഓർ ഏതർ ഓവർ ഹാങ്ങിങ് പ്രൊജക്ഷൻ ഓഫ് മോൾഡ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടിനെയാണ് നമ്മൾ ഡ്രോപ്പ് പറയുന്നത്. അതായത് ഇറഗുലർ ഷേപ്പ് ഓഫ് പ്രൊജക്ഷൻ ഓൺ ദ കോപ്പ് സർഫസ് ഓഫ് എ കാസ്റ്റിൻ്റെ ഉള്ള ഇറഗുലർ പ്രൊജക്ഷൻസ് ഉണ്ടാവുകയാണ് ഈ ഡ്രോപ്പിനെ കൊണ്ടുണ്ടാകുന്ന മെയിൻ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അടുത്ത ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇൻക്ലൂഷൻ. എയ്ത്ത് ഡിഫക്റ്റാണ് ഇൻക്ലൂഷൻ. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ആൻ എ നോൺ മെറ്റാലിക് പാർട്ടിക്കിൾസ് ഇൻ ദ മെറ്റൽ മാട്രിക്സ്. അതായത് ഒരു നോൺ മെറ്റാലിക് പാർട്ടിക്കിൾ, അതായത് മെറ്റലിൻ്റെ മുകളിൽ നമ്മളിപ്പം മോൾട്ട മെറ്റൽ വയ്ക്കുമല്ലോ, ആ മോൾട്ട മെറ്റൽ ഒരു എക്സ്റ്റേണൽ നോൺ മെറ്റാലിക് പാർട്ടിക്കിൾ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ഹൈലി ഡിസേബിൾ ഓഫ് സെപ്പറേറ്റ്. അതായത് ഇത് ഡിസേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ രണ്ട് മെറ്റലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. നോൺ മെറ്റാലിക്കും മെറ്റാലിക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുന്ന ഡിഫിക്കൽട്ടീസാണ് നമ്മൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 9th ടൈപ്പ് ഓഫ് ഡിഫക്റ്റാണ് ഡ്രോസ്. എന്താണ് ഡ്രോസ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ,
ഡ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് അപ്പിയറിങ് ഓൺ ദ ടോപ്പ് സർഫേസ് ഓഫ് എ കാസ്റ്റിംഗ് ഈസ് കോൾഡ് ഡ്രോസ്. അതായത് ലൈറ്റർ ചെറിയ ഇമ്പ്യൂരിറ്റീസ് അപ്പിയറിങ് ടോപ്പ് സർഫസിൽ ചെറിയ ഇമ്പ്യൂരിറ്റീസ് അപ്പിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രോസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ് അറ്റ് ദ പവറിംഗ് സ്റ്റേജ് ബൈ യൂസിങ് ഐറ്റംസ് സച്ച് ആസ് എ സ്ട്രെയിനേഴ്സ് ആൻഡ് സ്കിം ബോം. ഇത് നമുക്ക് ഇവിടെ ഇറ്റ് ക്യാൻ ബി ടേക്കൺ കെയർ അറ്റ് ദ പവറിംഗ് സ്റ്റേജ് ബൈ യൂസിങ് ഐറ്റംസ് സച്ച് ആസ് സ്ട്രെയിനേഴ്സും സ്കിം ബോംസും വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് മെയിനായിട്ട് ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് അപ്പിയർ ചെയ്യാണ് ടോപ്പ് സർഫസിൻ്റെ മുകളിൽ ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് അപ്പിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത 10ാമത്തെ ടൈപ്പ് ഓഫ് ഡിഫക്റ്റാണ് ഡേർട്ട്. ഡേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sand particle dropping out of the cope gets embedded on the top surface of a casting. അതായത് സാൻഡ് പാർട്ടിക്കിൾസ് നമ്മൾ ലാസ്റ്റ് ഈ കാസ്റ്റിങ്ങിൻ്റെ മുകളിൽ നമ്മൾ സാൻഡ് പാർട്ടിക്കിൾ ഡ്രോപ്പ് ചെയ്യുമല്ലോ, ഔട്ട് ഓഫ് ദ കോപ്പ് ഗെറ്റ് എംബഡഡ് ഓൺ ദ ടോപ്പ് സർഫസ് ഓഫ് എ കാസ്റ്റിങ്. എന്നിട്ട് നമ്മൾ ഈ പൊടി നമ്മൾ അവസാനം റിമൂവ് ചെയ്ത് ഒഴിവാക്കൽ. ഈ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന ചെറിയ ആംഗുലാർ ഹോൾസും അതുപോലെ ക്രാക്സിനെയും കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ ഡേർട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അതായത് ദ സാൻഡ് പാർട്ടിക്കിൾ ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് ദ കോപ്പ് ഗെറ്റ്സ് എംബഡഡ് ഓൺ ദ ടോപ്പ് സർഫസ് ഓഫ് എ കാസ്റ്റിംഗ്. When removed, this leaves small angular holes. It's known as dirt. ഇതിനെയാണ് നമ്മൾ ഡേർട്ട് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 10 ടൈപ്പ് ഓഫ് ഡിഫക്ട്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു 4-5 ഡിഫക്ട്സ് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് അടുത്ത സ്ലൈഡിലുള്ളത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് ഡിഫക്റ്റാണ് പെനിട്രേഷൻസ്. എന്താണ് പെനിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇഫ് ദ മോൾഡ് സർഫസ് ഈസ് ടു സോഫ്റ്റ് ആൻഡ് പോറസ്. അതായത് മോൾഡ് സർഫസ് ഭയങ്കര സോഫ്റ്റും പോറസും ആയി കഴിഞ്ഞാൽ ദ ലിക്വിഡ് മെറ്റൽ മേ ബി ഫ്ലോ ബിറ്റ്വീൻ. അതായത് നമ്മുടെ ലിക്വിഡ് മെറ്റൽ മേ ബി ഫ്ലോ ബിറ്റ്വീൻ സാൻഡ് പാർട്ടിക്കിൾ ടു ദ ഡിസ്റ്റൻസ് ടു ദ മോൾഡിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദിസ് ഈസ് കോസസ്, ഈ ഒരു കാരണത്താൽ ഇതിൻ്റെ സർഫസസിൽ ഇറ്റ് കോസസ് റഫ് പോറസ് പ്രൊജക്ഷൻസ് ആൻഡ് ദിസ് ഡിഫക്റ്റ് ഈസ് കോൾഡ് പെനിട്രേഷൻ. അതുകൊണ്ട് തന്നെ ഇറ്റ് കോസസ് റഫ് പോറസ് ഉണ്ടാവാനുള്ള അതുപോലെ റഫായ സർഫസ് പോറസ് ഉണ്ടാവാൻ ചാൻസസ്, അതുപോലെ എക്സ്റ്റേണൽ പ്രൊജക്ഷൻസ് ഒക്കെ ഈ ഒരു പെനിട്രേഷൻ മൂലം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ പെനിട്രേഷൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് സ്വെൽ ഡിഫക്റ്റ്. Swell defect is defined as this defect is found on the vertical surface of a casting if the molding sand is deformed by the hydrostatic pressure caused by a high moisture content in the sand. അതായത് ഈ ഒരു ദിസ് ഡിഫക്റ്റ് ഈസ് ഫൗണ്ട് ഓൺ ദ വെർട്ടിക്കൽ സർഫസ്. ഇതൊരു വെർട്ടിക്കൽ സർഫസിലാണ് ഈ സ്വെൽ എന്ന് പറഞ്ഞ ഡിഫക്റ്റ് എഫക്റ്റ് ചെയ്യുന്നത്, സർഫസ് ഓഫ് എ കാസ്റ്റിംഗ്. ഇഫ് ദ മോൾഡിംഗ് സാൻഡ് ഈസ് അതുകൊണ്ട് തന്നെ ഈ മോൾഡിംഗ് സാൻഡ് ഈസ് ഡിഫോംഡ് ബൈ ദ ഹൈഡ്രോസ്റ്റാറ്റിക്. ഈ മോൾഡ് ഡിഫോം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കോസ്ഡ് ബൈ എ ഹൈ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് എ സാൻഡ്. മോയ്സ്ചറിൻ്റെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ സ്വെൽ എന്ന് പറഞ്ഞ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, അതായത് ഇറ്റ് ഈസ് എ ഡിഫക്റ്റ് ഫൗണ്ട് ഓൺ ദ വെർട്ടിക്കൽ സർഫസ്. ദ കാസ്റ്റിംഗ് ഓഫ് ദ മോൾഡിംഗ് സാൻഡ് ഈസ് ഡിഫോം. അത് മോൾഡിംഗ് സാൻഡ് ഡിഫോം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റ് ആണ്. ഓക്കെ, deformed by the hydrostatic pressure caused by the high moisture content of sand. It's called as swell. Okay, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് മിശ്രൺ ഡിഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മിശ്രൺ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെനി എ ടൈം ദ ലിക്വിഡ് മെറ്റൽ മേ ബി ഡ്യൂ ടു ദ ഇൻസഫിഷ്യൻറ്റ് സൂപ്പർ ഹീറ്റ്. അതായത് മെനി ടൈംസിൽ നമ്മുടെ ലിക്വിഡ് മെറ്റൽസ് ഉണ്ടല്ലോ, ലിക്വിഡ് മെറ്റൽ മേ ബി ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് സൂപ്പർ ഹീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളത് ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ ബിഫോർ റീച്ചിങ് ഒരു ഫർദസ്റ്റ് പോയിൻ്റ് എത്തുന്നതിന് മുന്നേ നമ്മൾ ഹീറ്റ് ചെയ്യും അതുപോലെ ഫ്രീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ മോൾഡിൻ്റെ മുകളിൽ ചെറിയ ക്യാവിറ്റീസ് വരാനുള്ള ചാൻസ് കൂട്ടാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് മിശ്രൺ ഡിഫക്റ്റ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഇനി 14th ഡിഫക്റ്റാണ് കോൾഡ് ഷണ്ട് ഡിഫക്റ്റ്. കോൾഡ് ഷണ്ട് ഡിഫക്റ്റ് എന്താ വെച്ചാൽ ഫോർ എ കാസ്റ്റിംഗ് വിത്ത് 2 gates ആൻഡ് ഇറ്റ് 2 sides. അതായത് ഒരു കാസ്റ്റിങ്ങിന് ചില സാധനത്തിന് 2 ടൈപ്പ് ഓഫ് ഗേറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും 2 സൈഡ്സിലായിട്ട്. ഇഫ് ദ മിശ്രൺ മേ ഷോ അപ്പ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കാസ്റ്റിംഗ്. അത് ഈ മിശ്രൺ മേ ബി ഷോ അപ്പ് ടു ദ സെൻറ്റർ ഓഫ് ദ കാസ്റ്റിങ്ങിലാണ് മെയിൻലി ഉണ്ടാവുന്നത്. വെൻ ഹാപ്പൻസ് ദ ഡിഫക്റ്റ് ഈസ് കോൾഡ് ഷണ്ട്. അതായത് നമ്മളിപ്പോൾ കാസ്റ്റിങ്ങിൽ ഗേറ്റ്സ് തന്നെ കൊടുക്കുന്നത് മോൾട്ടമെറ്റിലെ ഇതിലെ പാറ്റേണിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അവിടെ സെൻറ്ററിലുണ്ടാകുന്ന ഡിഫക്ട്സിനെയാണ് നമ്മൾ കോൾഡ് ഷണ്ട് ഡിഫക്റ്റ്. അത് പ്രോപ്പറായിട്ട് നമ്മുടെ പാറ്റേണിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും എന്നിട്ട് അത് ഫ്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ കോൾഡ് ഷണ്ട് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും ഡിഫക്ട്സിനെ കുറിച്ചാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡിഫക്റ്റും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാണ് ഒന്ന് ഹോട്ട് ടിയേഴ്സ്. എന്താണ് ഹോട്ട് ടിയേഴ്സ്? ഹോട്ട് ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ചെറിയ ചെറിയ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അത് നമ്മൾ കാസ്റ്റിംഗ് സർഫസിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹോട്ട് ടിയേഴ്സ് എന്ന് പറയുന്നത്. എ ക്രാക്ക് ദാറ്റ് ഡെവലപ്പ് ഇൻ ദ കാസ്റ്റിംഗ് ഡ്യൂ ടു ഹൈ റെസിഡ്യൂവൽ സ്ട്രെസ്സസ് ഇസ് കോൾഡ് ആസ് ഹോട്ട് ടിയേഴ്സ്. അതായത് ദ ക്രാക്ക് ദാറ്റ് ഡെവലപ്ഡ് ഇൻ ദ കാസ്റ്റിംഗ് ഡ്യൂ ടു ഹൈ റെസിഡ്യൂവൽ സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാകുന്ന ക്രാക്സിനെയാണ് നമ്മൾ ഹോട്ട് ടിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, next one is 16 is shrinkage cavity. An improper rises and give a rise the defect is called shrinkage defect. അതായത് റൈസർ ഒന്നും നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എലമെൻസും അതുപോലെ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് ക്യാവിറ്റി അഥവാ ഷ്രിങ്കേജ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻലി നമ്മളൊരു 16 ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെ കുറിച്ച് നിങ്ങളൊരു 10-15 ടൈപ്പ് ഡിഫക്റ്റിനെ കുറിച്ചെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് നിങ്ങൾക്കൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഡിഫക്റ്റ് ഓഫ് കാസ്റ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു കാസ്റ്റിങ്ങിൻ്റെ ഡിസൈൻ കൺസിഡറേഷനാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ജനറൽ ഡിസൈൻ കൺസിഡറേഷൻ ഫോർ കാസ്റ്റിങ്സ് ആണ് അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് പറഞ്ഞാൽ ഡിസൈൻ ദ പാർട്ട് സോ ദാറ്റ് ദ ഷേപ്പ് ഈസ് കാസ്റ്റ് ഈസി. അതായത് ഡിസൈൻ ദ പാർട്ട് സോ ദാറ്റ് ദ ഷേപ്പ് ഈസ് കാസ്റ്റ് ഈസിലി. അതായത് നമ്മൾ പ്രോപ്പറായി ഡിസൈൻ ചെയ്ത ഏത് ഷേപ്പ് ആണെങ്കിലും വളരെ ഈസിലി നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാമെന്ന് പറയുന്നത്. എ നമ്പർ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡിസൈൻ കൺസിഡറേഷൻ ഹാവ് ഗിവൺ ദ ചാപ്റ്റേഴ്സ്. അതുപോലെ നമ്മൾ ഒരുപാട് ഡിസൈൻ കൺസിഡറേഷൻസ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ താഴേക്ക് വരുന്ന ബാക്കിയുള്ള കൺസിഡറേഷനൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് വണ്ണായിട്ട് പറയുന്നത് സെലക്ട് ദ കാസ്റ്റിംഗ് പ്രോസസ്സ്. അതായത് നമ്മളിപ്പോൾ ഏത് കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിലും അത് സൂട്ടബിൾ ആയിട്ടുള്ള കാസ്റ്റിംഗ് പ്രോസസ്സാണോ നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എങ്ങനത്തെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതുള്ളതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതുപോലെ ഇറ്റ്സ് സൂട്ടബിൾ ഫോർ പാർട്ട് ആൻഡ് സൈസ്. അത് എത്ര സൈസ് വരുന്നുണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ്റെ വോളിയം എത്ര ഉണ്ട്, അതുപോലെ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് നോക്കണം. അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന കാസ്റ്റിങ്ങിന് ഒരുപാട് പോരായ്മകളും പ്രശ്നങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ്. Okay, often step 1 and 2 is in this list have to specify a simultaneously. ഈ നമ്മൾ പറഞ്ഞ ഈ 2 പോയിന്റിൽ ഫസ്റ്റത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട. ഇത് നമ്മൾ ഈ കാസ്റ്റിംഗ് ഡിസൈൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് പറഞ്ഞാൽ ലൊക്കേറ്റ് ദ പാർട്ടിംഗ് ലൈൻ ഓഫ് എ മോൾഡ് ഇൻ ദ പാർട്ട്. അതായത് നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പാർട്ടിംഗ് ലൈൻ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഈസിലി സെപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അതുകൊണ്ട് ലൊക്കേറ്റ് ദ പാർട്ടിംഗ് ലൈൻ ഓഫ് എ മോൾഡ് ഈസ് ഇൻ ദ പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നത് എന്താ, ലൊക്കേറ്റ് ആൻഡ് ഡിസൈൻ ദ ഗേറ്റ്സ് ടു ഓളോ ദ യൂണിഫോം ഫീഡിങ് ഓഫ് എ മോൾഡ് ക്യാവിറ്റി വിത്ത് മോൾട്ടൻ മെറ്റൽ. നമ്മുടെ ഗേറ്റിൻ്റെ ഡിസൈനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ അല്ല യൂണിഫോം ഫീഡിങ് ആയിരിക്കില്ല മോൾഡിലേക്ക് വരിക. അത് മോൾഡ് പാറ്റേൺ ഫില്ല് ചെയ്യുന്നത് പ്രോപ്പറായിട്ടായിരിക്കില്ല. പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിൽ അതിൽ ക്യാവിറ്റീസും അതുപോലെ പോറസും ക്രാക്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗേറ്റ്സിൻ്റെ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് റണ്ണേഴ്സ് ജോമെട്രി ഫോർ ദ സിസ്റ്റം. അതുപോലെ റണ്ണേഴ്സിൻ്റെ ജോമെട്രി ഫോർ ദ സിസ്റ്റം നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റണ്ണേഴ്സിൻ്റെ ജോമെട്രി നമ്മൾ പ്രോപ്പറായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് വളരെ ക്ലിയർലി നമുക്ക് സാധനം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സിക്സ്ത് പോയിന്റ് പറയുന്നത് ലൊക്കേറ്റ് മോൾഡ് ഫീച്ചേഴ്സ്. അതായത് മോൾഡ് ഫീച്ചേഴ്സ് സച്ച് ആസ് എ സ്പ്രൂ സ്ക്രീൻ ആൻഡ് റൈസേഴ്സ് ആൻഡ് അപ്രോപ്രിയേറ്റ്. നമ്മൾ ഈ സ്പ്രൂവും അതുപോലെ റൈസേഴ്സും സ്ക്രീൻസും ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ മോൾട്ടിമെറ്റിൽ ഒരിക്കൽ ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് സ്പ്രൂസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രോപ്പറായിട്ടില്ലെങ്കിൽ ഒരിക്കലും കറക്റ്റ് ഫ്ലോ ആയിരിക്കില്ല ഈ മോൾട്ടിമെറ്റലിൻ്റെ. അങ്ങനെ കറക്റ്റ് ഗേറ്റ് വാൽവിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് ഇതിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ പ്രോപ്പറാക്കുക. സ്ക്രീൻസും റൈസേഴ്സിൻ്റെ ഡിസൈനും അതുപോലെ പ്രോപ്പറായിട്ട് റൈസേഴ്സ് പ്ലേസ് ചെയ്യുക കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കേസസിൽ, കാസ്റ്റിങ്ങിൻ്റെ കേസസിൽ. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് മേക്ക് ഷുവർ പ്രോപ്പർ കൺട്രോൾ ആൻഡ് ഗുഡ് പാർട്ടിക്കിൾസ് ആർ ഇൻ ദ പ്ലേസ്. ആ സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള കൺട്രോളും അത് ഗുഡ് പാർട്ടിക്കിൾസും നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ആ സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ഡിസൈൻ നല്ലൊരു കാസ്റ്റിംഗ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഈ 7 പോയിൻ്റാണ് ജനറൽ ഡിസൈൻ കൺസിഡറേഷൻ ഓഫ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസൈൻ ഓഫ് ഒരു കാസ്റ്റ് പാർട്ട്. അതായത് ഇപ്പോൾ ഒരു കാസ്റ്റ് പാർട്ട് ഡിസൈൻ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോർണേഴ്സ്.
അതായത് നമ്മൾ ഷാർപ്പ് കോർണേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് ഷാർപ്പായിട്ട് വരുന്ന കോഴ്സിന് ജസ്റ്റ് ടാപ്പർ ആക്കിയിട്ടേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഷാർപ്പ് കോർണേഴ്സ് ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഇറഗുലാരിറ്റി വരികയും അതിലൂടെ കുറേ പ്രോബ്ലംസ് വരികയും ചെയ്യുന്നു. ഓക്കെ. പിന്നെ ആംഗിൾസ്, പ്രോപ്പറായിട്ടുള്ള ആംഗിൾസ് കൊടുക്കുക. അത് വേണ്ടതിനും വേണ്ടാത്തതിനൊന്നും നമ്മൾ ആംഗിൾ ഇല്ലാതെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആംഗിൾ പ്രൊവൈഡ് ചെയ്യുക. ആംഗിളിൽ വരുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ ആംഗിൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. അടുത്ത് പറയുന്നത് ഫ്ലാറ്റ് ഏരിയാസ്. അതുപോലെ ലാർജ് ഫ്ലാറ്റ് ഏരിയാസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ലാർജ് ഫ്ലാറ്റ് ഏരിയ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രോക്സും ക്രാക്സും അതുപോലെ ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനോട് ഒരുപാട് ഫ്ലാറ്റ് ഏരിയ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ ശ്രിങ്കേജസ് വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് എവിടെയും വരുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുക. പ്രോപ്പറായിട്ട് അലവൻസ് പ്രൊവൈഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ കൊടുത്താൽ ശ്രിങ്കേജ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. അടുത്ത് ലൊക്കേറ്റിംഗ് ദ പാർട്ടിംഗ് ലൈൻ പ്രോപ്പറായിട്ട് ലൊക്കേറ്റ് ചെയ്യുക. ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസിലി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് അവോയ്ഡ് ദ കോസസ് ഓഫ് ഹോട്ട് ടിയേഴ്സ്. അതായത് അവോയ്ഡ് ദ കോസസ് ഓഫ് ഹോട്ട് ടിയേഴ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഷാർപ്പ് കോർണേഴ്സ് കൊടുക്കണമെങ്കിൽ കുറച്ച് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കൂടുതൽ ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ കാസ്റ്റിംഗ് ഈൽഡ് ശ്രദ്ധിക്കുക. കാസ്റ്റിംഗ് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് ഫിനിഷ്ഡ് കാസ്റ്റിംഗ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് കാസ്റ്റിംഗ് ഇൻക്ലൂഡിങ് ഗേറ്റിംഗ് ആൻഡ് റൈസിംഗ് സിസ്റ്റം ഇൻറ്റു 100 എന്നാണ് പറയുന്നത്. അതൊരു ഈൽഡ് ഓഫ് നമ്പറാണ്. ആ നമ്പർ പ്രോപ്പറായിട്ട് വരുമോ നോക്കുക. അത്രയേ ഉള്ളൂ കാസ്റ്റിംഗ് ഈൽഡ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഒരു ഫിനിഷ്ഡ് കാസ്റ്റിങ്ങിൻ്റെ വെയിറ്റ് എത്രയാണ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് എ കാസ്റ്റ് ഇൻക്ലൂഡിങ് ഗേറ്റിംഗ് സിസ്റ്റം റണ്ണേഴ്സും കൂട്ടിയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കുക ഇൻറ്റു 100 ചെയ്താൽ അതിലെ കാസ്റ്റിംഗ് ഈൽഡ് കിട്ടും. ഇത്ര കാര്യങ്ങളാണ് നമ്മളൊരു ഡിസൈൻ ഓഫ് കാസ്റ്റ് പാർട്ടിൻ്റെ കാര്യത്തിൽ നോക്കേണ്ട കാര്യമാണ്. അതായത് ഒന്ന് പ്രോപ്പർ കോർണേഴ്സ് കൊടുക്കുക, ആംഗിൾ അതുപോലെ പ്രോപ്പർ ആംഗിൾസ് കൊടുക്കുക, പ്രോപ്പർ തിക്നെസ് കൊടുക്കുക. ദെൻ ഫ്ലാറ്റ് റേഞ്ചസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ദെൻ ശ്രിങ്കേജസ് മാക്സിമം ഒഴിവാക്കുക. ദെൻ ലൊക്കേറ്റിംഗ് ദ പാർട്ടിംഗ് ലൈൻ, പ്രോപ്പറായിട്ടുള്ള പാർട്ടിംഗ് ലൈൻ ലൊക്കേറ്റ് ചെയ്യുക. അതുപോലെ അവോയ്ഡ് ദ കോസസ് ഓഫ് ഹോട്ട് ടിയേഴ്സ്, നമ്മൾ ഹോട്ട് ടിയേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ കാസ്റ്റിംഗ് ഈൽഡ് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ ഓഫ് കാസ്റ്റ് പാർട്ടിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ 2 മൊഡ്യൂൾ ഏകദേശം കവറായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു ഇൻറ്റേർണൽ എക്സാം നടത്താറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാൻ വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് ജൂലൈ ലാസ്റ്റ് വരെ ക്ലാസ് ഉള്ളൂ എന്നാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ് മുതൽ, അതായത് അടുത്ത ട്യൂസ്ഡേ മുതൽ ഞാൻ വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യും. എക്സാം ഡേറ്റ് ഞാൻ നിങ്ങളോട് പറയാം. അടുത്ത മൺഡേ ഞാൻ നിങ്ങളോട് ഗ്രൂപ്പിൽ പറയാം എന്നാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ. എക്സാം നമുക്ക് പെട്ടെന്ന് നടത്തണം. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യും. വെൽഡിങ്ങും ഇതേമാതിരി ഏകദേശം 8, 9, 10 ക്ലാസ്സിൻ്റെ അടുത്ത് വെൽഡിങ്ങിനും വേണ്ടി വരും. അതും കമ്പൈൻഡായിട്ട് വരുന്നതാണ്. 3rd, 4th മൊഡ്യൂൾ. 5th മൊഡ്യൂളും ജോയിനിങ് പാർട്ടിൻ്റെ ഒരു സംഭവം തന്നെയാണ് സോൾഡറിങ്. അതും നമുക്ക് എടുത്ത് തീർക്കാം. അപ്പം അടുത്ത ക്ലാസ് മുതൽ വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. താങ്ക് യു.